ഹരേ കൃഷ്ണ. പ്രഭു വീഡിയോ ഓൺ ആക്കാവോ? ആ വീഡിയോ വേണ്ട, വീഡിയോ നമുക്ക് ജയരാമാവ് ചൊല്ലിയിട്ട് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ജയ രാധ മാധവ വിഹാരി, ജയ രാധ മാധവ കുഞ്ച വിഹാരി, ജയ ഗോപീ ജനവല്ലഭ ഗിരിവരധാരി, ജയ ഗോപീ ജനവല്ലഭ ഗിരിവരധാരി, യശോദനന്ദന യശോദനന്ദന വ്രജ ജനരഞ്ജന, ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, രഞ്ജനന്ദന വ്രജ ജനരഞ്ജന, യമുന തീരാവനചാരി, യമുന തീരാവനചാരി, ജയ രാധ മാധവ കുഞ്ച വിഹാരി, ജയ ഗോപീ ജനവല്ലഭ ഗിരിവരധാരി, യശോദനന്ദന വ്രജ ജനരഞ്ജന, 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 യമുന തീരാവനചാരി, ജയ രാധ മാധവ കുഞ്ച വിഹാരി, ജയ രാധ മാധവ കുഞ്ച വിഹാരി, ജയ രാധ മാധവ കുഞ്ച വിഹാരി. ജീവം വിഷ്ണുപാദ പരമഹംസ പരിപാചാര്യ ശ്രീ ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ രാധാമാധവ ജഗന്നാഥ ലഡു ഗോപാൽ അനന്ത കോടി വൈഷ്ണവ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി. ജയ ഗോര ഹരി ബോൽ, ഹരി ബോൽ, ഹരി ബോൽ നിത്യ ഗോര ഹരി ബോൽ, നിത്യ ഗോര ഹരി ബോൽ, ഹരി ബോൽ, ഹരി ബോൽ നിത്യ ഗോര ഹരി ബോൽ. ജയ ഗോത്രമാനന്ദ. എല്ലാ ഭക്തജനങ്ങളുടെയും പാദങ്ങളിൽ പ്രണമിക്കുന്നു. ചൈതന്യ ചരിതാമൃത പഠന ക്ലാസ് എല്ലാവരും സ്വാഗതം ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ശ്രീമദ് ചൈതന്യ ചരിതാമൃത ആദിലീല ചാപ്റ്റർ 4 ശ്ലോകം 196, ചൈതന്യ അവതാരത്തിന്റെ രഹസ്യ കാരണം.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 196. ഉപേത്യാപതി സുന്ദരി സതീഭിരാഭി അഭ്യർച്ചിതം സ്മിതാംഗുര കരഭിതൈർ നട തപാംഗ ഭംഗീശതൈ തനാസ്തകവജ വക സഞ്ചരൻ നയന സഞ്ചീരകാഞ്ചലം വ്രജേ വിജയിനം ഭജേ വിവിനദേശേത കേശവം. വിവർത്തനം. ഞാൻ ഭഗവാൻ കേശവനെ ഭജിക്കുന്നു. വ്രജത്തിലെ വനത്തിൽ നിന്ന് മടങ്ങി വരുന്ന അവിടുന്ന് ഗോപികമാർ തങ്ങളുടെ കൊട്ടാരങ്ങളുടെ മട്ടുപ്പാവിൽ നിന്ന് വഴിയിൽ സന്ധിച്ചും 100 തരം ചഞ്ചല കടാക്ഷങ്ങളാലും മൃദുമന്ദഹാസങ്ങളാലും ആരാധിക്കുന്നു. അവിടുത്തെ കൺമുന്നകൾ കറുത്ത വണ്ടുകളെ പോലെ ഗോപികമാരുടെ മാറിടങ്ങൾക്ക് ചുറ്റും വിഹരിക്കും. അപ്പൊ ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇതിനകത്ത് പുറപ്പെട്ട് വലുതായിട്ട് എന്ന് പറഞ്ഞത്, അതായത് ശ്രീ രൂപഗോസ്വാമി രചിച്ച സ്തവമാലയുടെ കേശവാഷ്ടകത്തിനുള്ളതാണ് ഈ പ്രസ്താവന. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതില് നമുക്കറിയാതെന്ന് പറയുന്നത്, ഞാൻ ഭഗവാൻ കേശവനെ ഭജിക്കുന്നു. വ്രജത്തിലെ വനത്തിൽ നിന്ന് മടങ്ങി വരുന്ന അവിടുന്ന് തന്നെ ഗോപികമാർ തങ്ങളുടെ കൊട്ടാരങ്ങളുടെ മട്ടുപ്പാവിൽ നിന്നും വഴിയിൽ സന്ധിച്ചും 100 തരം ചഞ്ചല കടാക്ഷങ്ങളിലും മന്ദഹാസങ്ങളിലും ആരാധിക്കുന്നു. അവിടുത്തെ കൺമുനകൾ കറുത്ത വണ്ടുകളെ പോലെ ഗോപികമാരുടെ മാറിടങ്ങളിൽ ചുറ്റും ധരി. ഇത് ഭഗവാൻ നമ്മൾക്കറിയാം, അദ്ദേഹം ദ്വാരകയിൽ നിന്ന് അതായത് കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ചെന്നപ്പോൾ വൃന്ദാവനത്തിലുള്ള ഗോപികമാര് അദ്ദേഹത്തെ നമുക്കറിയാം, ഹൃദയത്തിലെ കഥയൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ അതില് അങ്ങനെ ഭഗവാനെ അവര് ഹൃദയത്തിലേറ്റി അവിടുന്ന് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് രഥയാത്രയുടെ പ്രധാനമായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കുണ്ടീച്ച ടെമ്പിള് രഥയാത്ര നടക്കുന്നത് അത് വൃന്ദാവനമാണ്, മറ്റേത് ഹരിദ്വാര. അപ്പൊ കുരുക്ഷേത്രം. അപ്പൊ കുരുക്ഷേത്രത്തിൽ നിന്നും ഈ വ്രജവാസികള് ഇങ്ങനെയാണ് ഭഗവാനെ ഹൃദയത്തിലേറ്റി, അതായത് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അതിനെ അനുസ്മരിപ്പിക്കുന്ന കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണോ ഗോപികമാര് ഭഗവാന്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഭഗവാനെ അവര് കണ്ട് അത് നിറഞ്ഞ് അവര് ഭഗവാനെ ആസ്വദിക്കുകയും അതുപോലെ തന്നെ അവര് അവരുടെ ഹൃദയത്തിലേറ്റി ഭഗവാനെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുന്നതാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സെയിം ഇത് തന്നെ ഒന്നാമത്തെ ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധത്തില് 11-ാമത്തെ അധ്യായത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പ്രവേശിച്ചപ്പോഴും ഇതേ രീതിയിലുള്ള ഒരു വിവരണമാണ് അതിനകത്ത് കൊടുക്കുന്നത്. അത് രാജമാർഗം ഗതേ കൃഷ്ണ. അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പ്രവേശിച്ചപ്പോൾ, അതാണ് രാജമാർഗം ഗതേ കൃഷ്ണ. അപ്പൊ രാജവീതിയിലേക്ക് ഭഗവാൻ ഹസ്തിനപുരത്തു നിന്നും അദ്ദേഹം ദ്വാരകയിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ദ്വാരകയിലേക്ക് വന്നപ്പോൾ അതാ രാജമാർഗം ഗതേ കൃഷ്ണ. അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്താണ്, ഇതുകൂട്ട് ഈ ഗോപികമാര് അവിടുത്തെ കുലസ്ത്രീകളെല്ലാം അവരുടെ മട്ടുപ്പാവില് അവരുടെ വീടുകളില് അന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാരകയിൽ അവരുടെ വീടുകളെ അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആഹൂർ ദ്വാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഈ കുലസ്ത്രീകളെല്ലാം ഭഗവാനെ എന്താണ് ഈ രീതിയിൽ ഭഗവാനെ എന്താണ് അവര് പൂർണ്ണമായിട്ടും ഒബ്സർവ് ചെയ്യായിരുന്നു. ഭഗവാന്റെ സൗന്ദര്യത്തെയും അതുപോലെ തന്നെ ഭഗവാനെ അവർ മുകളിൽ നിന്നുകൊണ്ട് ഭഗവാനെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. അതിന്റെ പറഞ്ഞ ആഹൂർ വിപ്ര ഇത് ക്ഷണ മഹോത്സവം. അങ്ങനെ ഭഗവാൻ ദ്വാരകയിലേക്ക് രാജവീതിയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അവിടുത്തെ കുലസ്ത്രീകളെല്ലാം രാജവീതിയിലുള്ള, നമുക്കറിയാമല്ലോ, ഈ റോയൽ ഫാമിലീസ് പെട്ട എല്ലാ ആൾക്കാരും
ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ കടാക്ഷത്തിന് വേണ്ടിയാ ഭഗവാൻ അവരെ ഒന്ന് വീക്ഷിക്കുന്നത് കാണാനും വേണ്ടി അവര് എത്രയോ നേരം മട്ടുപ്പാവിൽ നിന്നാണ് അതിന്റെ ആ വിവരണം അതിനകത്ത് പറയുന്നത്. അതിനകത്ത് പറഞ്ഞ അതിന്റെ ആ വിവരണം നമ്മൾ കിട്ടിയത് സെയിം ഇതേ രീതിയിലാണ്. അപ്പം ഭഗവാനോട് എത്രമാത്രം അന്ന് ആ സമയത്ത് പോലും ഭഗവാനെ ഭഗവാന്റെ ഒരു ദർശനം കിട്ടാനും അദ്ദേഹത്തിന്റെ ഒരു കടാക്ഷം കിട്ടാനും വേണ്ടി എത്രയോ നേരം ഈ കുലസ്ത്രീകൾ ഈ പറഞ്ഞിട്ടുള്ള കുലസ്ത്രീകള് അവരുടെ വീടിന്റെ മട്ടിൽപ്പാവിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ ഒരു ദർശനത്തിന് ഒരു കടാക്ഷത്തിന് വേണ്ടി അവർ എത്രയോ നേരം അവരുടെ വീടിന്റെ മുകളിൽ അവർ കാത്തുനിന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഇതി ക്ഷണ മഹോത്സവം. ആ സമയത്ത് തന്നെ എന്താണ് ആ ഭഗവാൻ ദ്വാരയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ രാജവീതിയിലുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്കറിയാം ഭഗവാൻ അവരെല്ലാം മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. മാത്രമല്ല രണ്ട് വശങ്ങളിലുമുള്ള ഈ പറഞ്ഞ റോയൽ ഫാമിലിയിൽപ്പെട്ട അല്ലെങ്കിൽ ഭക്തന്മാര് കുലസ്ത്രീകളെല്ലാം അവര് റോഡിൽ നിറയെ ആൾക്കാരാണ് ഭക്തന്മാര്. അതുപോലെ തന്നെ കുലസ്ത്രീകൾ വീടിന്റെ മുകളിൽ നിന്ന് ഭഗവാനെ മറ്റൊരു ഡിസ്റ്റർബ് ഇല്ലാതെ ഭഗവാനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു കടാക്ഷത്തിന് വേണ്ടി എത്രയോ മണിക്കൂറുകളോളം അങ്ങനെ നിന്നു. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ ഇത് ക്ഷണ മഹോത്സവം. അപ്പൊ ഭഗവാൻ ദ്വാരയിലേക്ക് പ്രവേശിച്ച് ആ നിമിഷം തന്നെ എന്താണ് അതൊരു മഹോത്സവമായി മാറി എന്നാണ് പറയുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഭഗവാനെ നേരിട്ട് ദർശിച്ചപ്പോൾ തന്നെ ആ ക്ഷണം ഇത് മഹോത്സവം അവിടെ ഒരു മഹോത്സവമായി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഭൂമിയിൽ 125 വർഷം അദ്ദേഹം ഇവിടെ ജീവിച്ച് അദ്ദേഹത്തിന്റെ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അത് ഓർത്താൽ തന്നെ നമുക്ക് എന്താണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞത്. അതാ ജന്മകർമ്മച്ചമേ ദിവ്യം യോ വ്യക്തി തത്വത. അപ്പൊ അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പൊ ഈ ഭഗവാന്റെ ഈ ജന്മകർമ്മച്ചമേ ദിവ്യം. കാരണം ഭഗവാൻ ദിവ്യോത്തമ പുരുഷോത്തമനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മവും പ്രവൃത്തിയും അതിനേക്കാൾ ഗ്ലോറിഫൈ ആണ്. അതാ പറഞ്ഞത് ജന്മകർമ്മച്ചമേ ദിവ്യം. അത് അതിനേക്കാൾ ഗ്ലോറിഫൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ബർത്തും അതുപോലെ തന്നെ വണ്ടർഫുൾ ആക്ടിവിറ്റീസ്. അപ്പൊ അതുകൊണ്ടാണ് സുഖദേവ് ഗോസ്വാമി മഹാരാജ് പരിഷത്തിനോട് എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് എന്താണ് പറഞ്ഞു കൊടുത്തത്? ശ്രവണം കീർത്തനം ധ്യാനം ഹരേ അത്ഭുത കർമ്മനി. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഭഗവാനെ പറ്റി ശ്രവണം കീർത്തനം ധ്യാനം, ഭഗവാനെ പറ്റി കേൾക്കുക, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാമം ചൊല്ലുക, അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പൊ ഹിയറിംഗ് അബൌട്ട് ദ ലോർഡ്, ചാൻഡിങ് അബൌട്ട് ദ ലോർഡ് ആൻഡ് മെഡിറ്റേറ്റിംഗ് അബൌട്ട് ദ ലോർഡ്. ജന്മകർമ്മംച ഗുണാനാംച. അതുപോലെ തന്നെ ഭഗവാന്റെ ജന്മം ഈ പറഞ്ഞ ഗ്ലോറിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ശ്രവിക്കുക. അപ്പം തദർത്ഥി അഖില ചേഷ്ടിത. ഇതാണ് മനുഷ്യ ജന്മത്തിൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ദ മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് തിങ് സോ വൺ ക്യാൻ ഡു ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് ഈസ് ജന്മകർമ്മച്ചമേ ദിവ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ഭഗവാന്റെ ഈ ജന്മം, അതുപോലെ അദ്ദേഹത്തിന്റെ ഗ്ലോറിയസ് ആക്ടിവിറ്റീസ്, ഗ്ലോറിയസ് ഡിവൈൻ ഡെത്ത്, ഡിവൈൻ ബർത്ത് ആൻഡ് ഡിവൈൻ ആക്ടിവിറ്റീസ്. ഇതൊക്കെ നമ്മൾ ശ്രവിക്കുന്നത് തന്നെ ഇത് മാത്രം മതി. മാമേ വൈശ്യസി അസംശയ അർജുനോട് പറഞ്ഞ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ എന്നിലേക്ക് വരുമെന്ന് തന്നെ യാതൊരു സംശയമില്ല അർജുന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പം നെക്സ്റ്റ് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ജന്മാഷ്ടമിയാണ് വരുന്നത്. സോ ദ ഹോൾ ഇസ്കോൺ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അന്തർദേശീയ കൃഷ്ണാബോധ സമിതി ലോകത്തെമ്പാട് എത്രയോ ഇത് ദ ഗ്രേറ്റസ്റ്റ് ഫെസ്റ്റിവൽ ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോറിയസ് ഡിവൈൻ ബർത്ത്ഡേ ആണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബർത്ത്ഡേ. അതാണ് നമ്മൾ ജന്മാഷ്ടമി എന്നൊക്കെ പേര് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. സോ ദ ഹോൾ വേൾഡ് ഈസ് സെലിബ്രേറ്റിംഗ് ദിസ് ഡിവൈൻ ബർത്ത്. സോ ദാറ്റ് ഈസ് ഇൻ ദ ശാസ്ത്ര ഇറ്റ് ഈസ് മെൻഷൻഡ് ജയന്തി. It is mentioned Jayanti, only 2 words, Krishna Jayanti and Rama Jayanti. There is no other Jayanti is not mentioned. Why?
വിച്ച് വൺ ഈസ് പൂർണ്ണ പുരുഷോത്തമൻ, അതർവൈസ് എന്താണ് മര്യാദ പുരുഷോത്തമൻ. സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ പൂർണ്ണ പുരുഷോത്തമനാണ്. അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിന്റെ അവതാരത്തിലാണ് ഇത്രയും ലീലകൾ വേറെ ഒരു അവതാരത്തിലും അദ്ദേഹം കാഴ്ചവെച്ചത് നമുക്കറിയാം. ഈവൻ രാസലീല ഉൾപ്പെടെയുള്ള എല്ലാ ഗ്ലോറിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും എല്ലാം ഉള്ളി എവിടാണ് ദ ഡിവൈൻ ബർത്ത് ഓഫ് കൃഷ്ണ ജയന്തി അല്ലേ, അതിലാണ്. കാരണം എത്രമാത്രം ഭക്തന്മാർക്ക് എത്രയോ 5000 വർഷങ്ങൾക്ക് ശേഷവും devotees are enjoying his divine birth and divine activities. ജന്മ കർമാംച ഗുണാനാംച, അതാ ജന്മവും അദ്ദേഹത്തിന്റെ ഇറ്റ് ഈസ് ആൾസോ ഡിവൈൻ ആൻഡ് ഈസ് divine activities, that is also wonderful activities. So it will make എന്താണ് the greatest thing one can do in the material world. അതാണ് പറയുന്നത്. സുഖദേവ് ഗോസ്വാമി മഹാരാജ് പരിഷത്തിന്റെ പറയുന്നത് we only have 7 days in the material world. We have only 7 days left this material world. So for that person, Sukadeva Goswami mentioning that what you have to hear. So that is why continuously hearing 7 days without any break. So that is the beauty of Krishna's divine birth and divine activities. So അതാണ് ഈ ശ്ലോകത്തിലും പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് എന്താണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ അപ്പിയർ. അപ്പൊ അവിടെ വന്ന പ്രജവാസികൾ ഭഗവാനെ അന്നേരെ കൈയോടെ അവര് വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നാണ്. അതാണ് ദാറ്റ് ഈസ് രഥയാത്ര. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജഗന്നാഥ് പുരിയിൽ നിന്നും നമ്മള് ഗുണ്ടീച്ച ടെമ്പിളിലേക്ക് കൊണ്ടുവന്ന എന്താണ് ഈ ഭഗവാനെ ഗുണ്ടീച്ച ടെമ്പിൾ എന്ന് പറഞ്ഞ വൃന്ദാവനമാണ്. ഈ പ്രജവാസികൾ ഭഗവാനെ ഹൃദയത്തിലേക്ക് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. സോ അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് ശ്രീമദ് ഭാഗവത്തിലെയും ഈ കമ്പാരിസൺ. സോ എങ്ങനെയാണ് അന്നുള്ള ഭക്തന്മാര് ജസ്റ്റ് ഭഗവാൻ ഹസ്തിനപുരത്തു നിന്ന് ദ്വാരകയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അവിടെ ആൾക്കാർ ഒരു ഇതിക്ഷണ മഹോത്സവം, അവിടെ ഒരു വലിയ മഹോത്സവമായി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇനി ജന്മാഷ്ടമി ദിവസം എത്രയോ കോഴ്സസ് ഓഫ് പീപ്പിൾ സെലിബ്രേറ്റിംഗ് ദ വേൾഡ് കൃഷ്ണ ജയന്തി. സോ ദർ ഈസ് നോ ഗോഡ് ഗെറ്റ് എ ചാൻസ് ലൈക്ക് ദാറ്റ്. Because he is the supreme personality in every respect. Krishna is the supreme personality because you take any activities, it is supreme. Jagannath Baladev, even you just say Jagannath, is the words itself is the Lord of the universe. So his activities also, it is justifying in each and every activities. So that is why Jagannath, Jagatinde Nath, is the Lord of the universe. So his divine birth and divine activities, it is always justifying he is the Lord of universe. So that is the first ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് കേശവാഷ്ടകത്തിന് എടുത്തൊരു ശ്ലോകം എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് പർപ്പോട്ടൊന്നും പറഞ്ഞിട്ടില്ല. ശ്ലോകം 197. ആര ഏക ഗോപി പ്രേമേര സ്വഭാവിക ചിഹ്ന ഈ പ്രകാശ ഹയ പ്രേമ കാമ സന്തഹീന വർത്തനം ഗോപികമാരുടെ പ്രേമത്തിന് കാമത്തിന്റെ ലാഞ്ചന പോലുമില്ല പ്രകടമാക്കുന്ന മറ്റൊരു സ്വാഭാവിക ലക്ഷണമാണ്. അപ്പൊ നമ്മള് ഈ ശ്രീ ചൈതന്യ അവതാരത്തിന്റെ രഹസ്യ കാരണങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് തന്നെ എന്താണ്, അത് രാധാകൃഷ്ണ സ്വരൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകീ ആത്മാ ദ്വയി ശരീരം, ഒരു ആത്മാവാണ്, 2 ശരീരമാണെങ്കിൽ ഒരാത്മാവാണെന്ന് പറയുന്നത്. അത് അന്യോന്യ എന്തിനാണ് അവതരിച്ചത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ ചൈതന്യ രാധയും കൂടി അല്ലെങ്കിൽ രണ്ടും കൂടെ എന്തിനാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ അവതരിച്ചതിന്റെ ഉദ്ദേശം അന്യോന്യ രസവിധാനം. അന്യോന്യം ഒരാൾക്ക് എങ്ങനെയാണ് ആസ്വദിക്കാൻ പറ്റുന്നത്? സോ ഈ നീഡ് എ കമ്പാനിയൻ. സോ ദാറ്റ് ഈസ് വൈ ശ്രീ രാധാകൃഷ്ണ സ്വരൂപായ, അത് നമ്മളെ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത് എന്താണ്? ഏകീ ആത്മ ദ്വയി ശരീരം, 2 ശരീരമാണെങ്കിൽ ഒരാത്മാവാണ്.
പക്ഷെ അതിന്റെ ഉദ്ദേശം അന്യോന്യ രസവിധാനം, പരസ്പരം ടു എൻജോയ് ഇത് സ്പിരിച്വൽ പൊട്ടൻസി അല്ലെങ്കിൽ പ്ലഷർ പൊട്ടൻസി. അപ്പൊ അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ 3 കാരണങ്ങൾ. അതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ ഓരോ വേർഡ്സിലും അതാണ് പറയുന്നത്. അപ്പൊ അവരുടെ ഇതിൽ ഈ 197ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അവരുടെ പ്രേമ ഈ ഭഗവാൻ ഗോപികമാരുടെയും ഭഗവാന്റെയും ലീലകളിൽ യാതൊരുവിധ കാമത്തിന്റെ ലാഞ്ചന പോലും ഇല്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്യുവർ നമ്മുടെ പ്രേമഭക്തിയാണ്. ഇത് പ്രേമഭക്തിയാണ്. അതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 198. ഗോപി പ്രേമേ കരെ കൃഷ്ണ മാധുര്യേര പുഷ്ടി മാധുര്യേണ ബടായ പ്രേമഹാന മഹാതുഷ്ടി. വിവർത്തനം: ഗോപികമാരുടെ പ്രേമം ശ്രീകൃഷ്ണ ഭഗവാന്റെ മാധുര്യം പോഷിപ്പിക്കുന്നു. ആ മാധുര്യം അവരുടെ പ്രേമം വർദ്ധിക്കുന്നു. അതിനാൽ അവർ വളരെ സന്തുഷ്ടരാണ്. അതാണ് അന്യോന്യ രസം. അവര് എന്താണ്, ദർ നേച്ചർ എൻജോയിങ് ദ സ്പിരിച്വൽ പ്ലഷർ. ദാറ്റ് ഇസ് ദ ഒൺലി എന്താണ് ഒൺലി ഇന്റൻഷൻ ടു ടേക്ക് ദിസ് ഫോം ഓഫ് രാധാറാണി, രാധാഭാവം. സോ നമ്മൾ ചൈതന്യ ചരിതാമൃതം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അന്ത്യലീലയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ചൈതന്യ മഹാപ്രഭു എന്താണ് ജസ്റ്റ് ലൈക്ക് എന്താണ് മാഡ് മാൻ. അയാളുടെ ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈസ് ആക്ടിങ് ആസ് എ മാഡ് മാൻ, സീയിങ് രാധേ രാധേ എന്ന് പറഞ്ഞ ബീച്ചിലൊക്കെ നമ്മൾ അവിടൊക്കെ ജഗന്നാഥ് പുരിയിലെ ബീച്ച് സൈഡിലൊക്കെ ചൈതന്യ മഹാപ്രഭു രാധേ രാധേ എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ ഓടുകയും അദ്ദേഹം എന്താണ് സഡൻലി താഴെ ബീച്ച് സൈഡിൽ മറിഞ്ഞ് വീഴുകയും അങ്ങനെ അവിടെ ഇങ്ങനെ കുറെ നാള് നേരെ കിടക്കുകയും വീണ്ടും രാധേ രാധേ എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്നത്. ആ ഒരു മാഡ് മാൻ, ആ രാധാഭാവം, ആ വിരഹ, ഇതൊക്കെ പല സന്ദർഭങ്ങളിലും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട്. അത് അന്ത്യലീലയിൽ നിങ്ങൾക്ക് അവസാനം അത് കാണാം. അതിന്റെ പൂർണ്ണ എന്താണ് ടോപ്പ് ഇതിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പൊ അതിന്റെ ആ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്, ഇത് പ്രേമഭക്തിയുടെ, അതായത് നമ്മുടെ ഭക്തിയുടെ ഏറ്റവും ടോപ്പസ്റ്റ് ഇതാണ് ഏത് ഗോപികമാരുടെ പ്രേമഭക്തി എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 5 ഭാവങ്ങളാണ് ഭക്തിയുടെ. 5 ഭാവങ്ങളിലുണ്ടെങ്കിലും ഏത് പ്രേമഭക്തിയാണ് ഗോപികമാർ. അതാണ് ഏറ്റവും ഭഗവാൻ ഇഷ്ടമായിട്ടുള്ള ഭക്തി. അത് ഭഗവാൻ അത് എൻജോയ് ചെയ്ത് പരസ്പരം അത് എങ്ങനെ, അപ്പൊ ഒരാൾക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് രാധാഭാവത്തിൽ അവതരിച്ചാണ് ചൈതന്യ മഹാപ്രഭു. അതാണ് ചൈതന്യ ചരിതാമൃതത്തിൽ നമ്മൾ ചൈതന്യ ലീലയിൽ നമുക്കത് കാണുന്ന അതാണ് ഭഗവാന്റെ ശ്രീ രാധാകൃഷ്ണ സ്വരൂപ ചൈതന്യായ നമോ നമഃ. അദ്ദേഹം കീർത്തനം ചെയ്യുമ്പോഴും അതുപോലെ രാധയുടെ പേരൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം അത്രമാത്രം എസ്റ്റസി പ്രകടിപ്പിക്കുന്നതൊക്കെ എന്താണ്, ഭഗവാൻ ഈ ആദിനി ശക്തിയാണ്. പ്രാദിനി ശക്തിയാണ് രാധ എന്ന് പറയുന്നത്. അതാണ് ഹരേ കൃഷ്ണ മന്ത്രത്തിൽ പോലും നമുക്ക് കൊടുത്തത്. ഹരേ എന്നുള്ള വാക്ക് തന്നെ രാധാറാണിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ആഹ്ലാദം. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മന്ത്രം ചെയ്യുമ്പോൾ നമ്മൾ നോക്കി കീർത്തനം നടക്കുമ്പോൾ ഇത്ര ഭക്തന്മാരല്ല എന്തുകൊണ്ടാണ് ആനന്ദം നൃത്തം ചെയ്യുന്നത്? So because they can't control their body also, because their whole body is vibrating because of this Radharani's pleasure. So that is why devotees are jumping like anything. They are acting like even neophytes devotees also moving their body also moving without their this. So that is the beauty of Hladini Shakti, Antaranga Shakti. So that is അതുകൊണ്ടാണ് ഇതിനകത്ത് പറയുന്നത് ദാറ്റ് ഈസ് എ പ്യുവറസ്റ്റ് ഭക്തി, പ്രേമ ഭക്തി. അതിന്റെ ഡിസ്ക്രിപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗോപികുമാരുടെ പ്രേമം ശ്രീകൃഷ്ണ ഭഗവാന്റെ മാധുര്യം പോഷിപ്പിക്കുന്നു. ആ മാധുര്യം അവരുടെ പ്രേമം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ അതാണ് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് സന്തോഷം കൂട്ടുകയാണ്. ഭഗവാന്റെ പ്രീതി അതുപോലെ തന്നെ ഭഗവാൻ പ്രീതിപ്പെടുന്നു, ഗോപികമാർക്കും പ്രീതി ഉണ്ടാകും. അതാണ് ആ നേച്ചറൽ പ്ലഷറാണ് ഇവിടെ നിന്നിരിക്കുന്നത്. അതാണ് ശരിക്കുള്ള പ്യുവർ ഡിവോഷൻ എന്ന് പറയുന്നത്. ശ്ലോകം 199. പ്രതിവിഷയാനന്ദേ തദ് ആശയാനന്ദ
താൻഹേനാഹി നിജ സുഖവഞ്ചര സംബന്ധ. പ്രേമ വിഷയത്തിന്റെ ആനന്ദത്തിലാണ് പ്രേമ വിഷയത്തിന്റെ ആനന്ദം. ഇത് സ്വന്തം സുഖത്തിന് വേണ്ടിയുള്ള ബന്ധമല്ല. അപ്പൊ നമ്മള് എങ്ങനെയാണോ നമ്മള് കുട്ടികളെ അമ്മമാര് അവർക്ക് കുട്ടികൾ ജനിക്കുമ്പോൾ അവർ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയാണ് ആ കുട്ടികളെ നോക്കുന്നതും അവരെ ശ്രദ്ധിക്കുന്നതും അവരുടെ ഓരോ നിമിഷവും അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന അവരുടെ ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കും. അവരെന്തെങ്കിലും ഇച്ഛിച്ചാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ പ്യുവർ ഡിവോഷൻ, മദർ ഡ്യൂട്ടി, ഇല്ലേ? ഇറ്റ് ആൾറെഡി ഇറ്റ് ഈസ് ദെയർ. ഓരോ അമ്മയുടെ ഉള്ളിൽ ആ ഒരു എന്താണ് ഇൻമോൺ പ്ലഷർ ഈസ് ദെയർ. എങ്ങനെ അവരുടെ കുട്ടികളെ ടേക്ക് കെയർ എന്നുള്ള അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് അവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർ എത്രയോ ഡെഡിക്കേറ്റഡ് ആണ്. അവർ ബാക്കി എല്ലാം ത്യജിച്ച് ആ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി എങ്ങനെയാണോ അവരെ അമ്മയും കുട്ടിയായിട്ടുള്ള ബന്ധം അത് മരിക്കുന്നവരെ നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ ആ പ്യുവർ ലവ് ആണ്. അതൊന്നും ആ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല അമ്മ ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഗോപികമാരുടെ ഭഗവാന്റെ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതുകൂട്ട് തന്നെയാണ്. പരസ്പരമായിട്ടുള്ള അന്യോന്യ എന്താണ് ഭാവ അന്യോന്യമുള്ള അവരുടെ സന്തോഷമാണ് മാത്രമാണ് അതിന്റെ ഏക കാരണം എന്ന് പറയുന്നത്. നിരുപാധി പ്രേമ യൻഹ തൻഹയേത രീതി പ്രതി വിഷയ സുഖേ ആശ്രയേര പ്രീതി നിജ പ്രേമാനന്ദേ കൃഷ്ണ സേവാനന്ദ ബാധേ സേ ആനന്ദേരെ പ്രതി ഭക്തേര ഹയമഹ ക്രോധ. നിസ്വാർത്ഥ പ്രേമമുള്ളപ്പോഴൊക്കെ അതാണ് അതിന്റെ രീതി. പ്രേമഭാജനം സന്തോഷമാകുമ്പോൾ പ്രേമസംഭരണി ആനന്ദം തരും. അങ്ങനെയുള്ള പ്രേമ ആനന്ദം കൃഷ്ണന്റെ സേവനത്തിൽ കടന്നു കയറി പ്രതിബന്ധമാകുന്ന പക്ഷം ഭക്തനാനന്ദനെയും കോപിക്കുന്നു. ഇതില് ഭാവാർത്ഥത്തിൽ പറഞ്ഞ മുമ്പ് പ്രതിപാദിച്ചതുപോലെ ഗോപികമാർ വിധേയരായ പ്രേമികമാരും ശ്രീകൃഷ്ണ ആദീശനായ പ്രേമഭാജനമാണ്. വിധേയരുടെ പ്രേമാദീശന്റെ പ്രേമത്തിന് പരിപോഷിക്കുന്നു. ഗോപിമാർക്ക് സ്വാർത്ഥമായ ആനന്ദത്തിന് ആഗ്രഹമില്ലായിരുന്നു. അവരുടെ സന്തോഷ പരോക്ഷമായിരുന്നു. കാരണം അത് കൃഷ്ണന്റെ സന്തോഷത്തിനെ ആശ്രയിച്ചായിരുന്നു. അകാരണമായ ഭഗവത് പ്രേമം എപ്പോഴും അങ്ങനെയാണ്. വിധേയർ അധീശന്റെ സന്തോഷരാകുമ്പോൾ മാത്രമേ അത്തരം പരിശുദ്ധ പ്രേമത്തിന് സാധ്യതയുള്ളൂ. തന്റെ സേവനത്തിൽ നിന്നുള്ളവാകുന്ന ആനന്ദം ആ സേവനത്തിന് തന്നെ തടസ്സമായി ഭവിച്ചാൽ അത്തരം ആനന്ദത്തെ നിഷേധിക്കുന്ന പ്രേമികളുടെ മനോഭാവം നിഷ്കളങ്ക പ്രേമത്തെ ഉദാഹരിച്ചു. അപ്പൊ അതാണ് അവർ ലവിങ് റിലേഷൻഷിപ്പ് അതാണ് അതിനെ പറയുന്നത്. മ്യൂച്വൽ റിലേഷൻഷിപ്പ്, ലവിങ് റിലേഷൻഷിപ്പിന്റെ മാധുര്യത്തെ പറ്റിയാണ്. അതാണ് മാധുര്യ രസം എന്ന് പറയുന്നത്. നമ്മൾ എത്ര അത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരുടെ ആ രസങ്ങളാണ് അതെല്ലാം നമുക്ക് ഭഗവാൻ വളരെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ മുരളിയിൽ കൂടി അവരെ വരുന്നതും അവരെ എല്ലാം മറന്നു. ആ സമയത്ത് ഭഗവാന്റെ മുരളീനാഥം കേൾക്കുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്യുന്നു അതെല്ലാം അതേ രൂപത്തിൽ അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ അത് ഉപേക്ഷിച്ചിട്ട് അവര് ക്ഷണനേരം കൊണ്ട് ഭഗവാന്റെ അടുക്കിലേക്ക് എത്തിച്ചേരും. അതാണ് അവരുടെ ആ റിലേഷൻഷിപ്പ് എന്ന്. ഇത് യാതൊരു കാമത്തിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ലെന്ന് പറഞ്ഞതാണ്. ആ മീൻസ് ലവിങ് റിലേഷൻഷിപ്പാണ്, ആ പ്രേമ ഭാജനമാണ്. അപ്പൊ അതിന് സംഭവിക്കുമ്പോഴാണ് അവര് ക്രോധമാകുന്നത്. ആ പരിശുദ്ധ പ്രേമത്തിന് എന്തെങ്കിലും വരുമ്പോൾ അത് ക്രോധത്തിൽ അവർക്ക് ഇതായിട്ട് തോന്നുന്നു പറഞ്ഞത്. അതാണ് ഗോപികമാരെ ആ സമയത്ത് അത് ഭഗവാന്റെ അവരെല്ലാം മറന്ന് ഭഗവാന്റെ മാത്രമാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത്. ബാക്കിയൊന്നും അവർക്കൊരു പ്രതിബന്ധമേ അല്ല എന്ന്. ഇതൊക്കെ നമ്മൾ ആ മാധുര്യ ഭാവത്തിന്റെ പ്രേമഭക്തിയുടെ എന്താണ് അതിനെ പറ്റിയുള്ള വിവരണങ്ങളാണ് അതിനകത്ത് കൊടുക്കുന്നത്. ശ്ലോകം 202. അംഗസ്തംഭാരം ഉത്തംഗയന്തം പ്രേമാനന്ദം ദാരുകോനാഭ്യയാനന്ദ സംസാരോ തേർവജീനയേന സാക്ഷാത് അക്ഷോദിയാനന്ദരയോദ്യുതായി നിവർത്തനം. ദാരുകൻ തന്റെ പ്രേമാനന്ദ വികാരങ്ങൾ സ്വാഗതം ചെയ്തില്ല. കാരണം അവ അദ്ദേഹത്തിന്റെ അംഗങ്ങളെ സ്തംഭിപ്പിക്കുകയും
കൃഷ്ണ ഭഗവാന് ചാമരം വീശുന്ന സേവനത്തിൽ പ്രതിബന്ധം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ശ്ലോകം ഭക്തിരഥാമ സിന്ധുവിൽ നിന്നുള്ളതാണ്. ഇതുപോലെ പരിശുദ്ധ ഭക്തർക്കെല്ലാം, അതായത് അവരുടെ ആ പ്രേമഭക്തിയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ആ മാധുര്യ ഭക്തിയിലേക്ക് വരുമ്പോൾ അവർക്ക് എന്താണ്, അവരുടെ മനസ്സിൽ മറ്റു യാതൊരുവിധ ഈ പറഞ്ഞിട്ടുള്ള ഈ നമ്മൾ ഭൗതിക ലോകത്തിൽ ചിന്തിക്കുന്നവർക്കുള്ള യാതൊരുവിധ കാമത്തിന്റെയോ അല്ലെങ്കിൽ ലൈംഗികതയുടെ യാതൊരു തരി പോലും അതിനകത്തില്ല എന്നുള്ള, അതാണ് അതിനായി ഈ ശ്ലോകങ്ങളിൽ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഗോവിന്ദ പ്രേക്ഷണേ ഷാപി ബാഷ്പ പുരാഭിഷണം ഉച്ചരി ആനന്ദ ആനന്ദം അരവിന്ദ വിലോചന. അരവിന്ദ ലോചനായ രാധാറാണി അവൾക്ക് ഗോവിന്ദനെ ദർശിക്കുന്നതിന് വിഘാതമുണ്ടാക്കിയ ആശ്രുവാഹത്താൽ ഹേതുവായ പ്രേമാനന്ദ ശക്തമായി അപലപിച്ചു. ഈ ശ്ലോകവും ഭക്തിരഥാമൃത സിന്ധിൽ, ഇത് രണ്ടും ഇതെല്ലാം പ്രേമഭക്തിയുടെ വിവിധ തലങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഇത് കാണുക. ഇതിന്റെയൊക്കെ അന്തരാർത്ഥം എന്താണ്? ഇതിൽ യാതൊരുവിധ കാമ ആസക്തിയോ അല്ലെങ്കിൽ കാമമായിട്ടുള്ള യാതൊരുവിധ ചിന്തകളും ഇല്ലെന്നുള്ളതാണ്. പ്യുവർ ഡിവോഷനാണ്, അല്ലെങ്കിൽ പ്യുവർ ലവിങ് റിലേഷൻ മാത്രമാണെന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഈ ശ്ലോകവും ഭക്തിരഥാമൃത സിന്ധിയിലെ ശ്ലോകമാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. ആര ശുദ്ധ ഭക്ത കൃഷ്ണ പ്രേമ സേവ വീന സുസുകാർത്ഥ സ്വലോകാധീന കാര്യഗ്രഹണ. സോ അതുകൂടാതെ കൃഷ്ണനെ മാത്രം സ്നേഹിക്കുന്ന പരിശുദ്ധ ഭക്തന്മാർ ശാലോക്യാദി മോക്ഷങ്ങളുടെ സുഖം കാക്ഷിച്ച് പ്രേമഭരിതമായ കൃഷ്ണസേവനം ഒരിക്കലും ത്യജിക്കുകയില്ല. ഇപ്പൊ കൃഷ്ണനെ മാത്രം സ്നേഹിക്കുന്ന ഒരു പരിശുദ്ധ ഭക്തനെ എല്ലാത്തരം പങ്ക്തികളെല്ലാം പാടെ നിരാകരിക്കുന്നു. ഭഗവത് രൂപത്തിൽ ലയിച്ചു പോയ സായുജ്യം, ഭഗവത് സാദൃശ്യ രൂപം സാരൂപ്യം, ഭഗവത് സമാനമായ ഐശ്വര്യം സാഷ്ടി, ഭഗവത് ലോകവാസം സാലോക്യം, ഭഗവത് സാമീപ്യം, ഈ എന്നീ മുക്തികൾ അവര് കാക്ഷിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ പ്യുവർ ഡിവോഷണൽ ചെയ്തിട്ടുള്ള പരിശുദ്ധ ഭക്തര്, ഈവൻ ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് ഭൗതിക ലോകത്തിൽ നിന്ന് അങ്ങനെയുള്ള ഭക്തന്മാര് ഭൗതിക ലോകം വിട്ടു പോകുമ്പോൾ ഭഗവാൻ ഇവർക്കെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഈ 5 മുക്തികളാണ് ഓഫർ ചെയ്യുന്നത്. കാരണം അവിടെ പോലും ഭഗവാന്റെ ആ ടെസ്റ്റ് ആണ്. എന്താണ്? ഇവർക്ക് ഭഗവാൻ എത്രമാത്രം, അവരുടെ ആ ഭക്തി എത്രമാത്രം പ്യുവർ ആണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവർക്ക് സാലോക്യ സാക്ഷി തുടർന്നുള്ള സ്വഭാവങ്ങളാണ്. ഈ 4 എന്താണ് സായുജ്യ മുക്തി, സ്വരൂപമുക്തി, അതുപോലെ തന്നെ എന്താണ് സാഷ്ടിശക്തി, അതുപോലെ തന്നെ സ്വാലോക്യ മുക്തി. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഭഗവാൻ അവർക്ക് ആ നിമിഷം പോലും, ഈ ഭൗതിക ലോകം വിട്ടുപോകുന്ന നിമിഷം പോലും ഇതിലേതെങ്കിലും ഒരു മുക്തിയിൽ പോലും അട്രാക്ഷൻ ഉള്ളവർക്ക് എന്താണ് ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശനമില്ല. അതാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് നോക്ക് ഭഗവാന്റെ പ്രഭു മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ, പ്രഭു മ്യൂട്ടിലാണ്. ഹരേ കൃഷ്ണ, പ്രഭു മ്യൂട്ടിലാണ്, കേൾക്കുന്നില്ലയോ? ഹരേ കൃഷ്ണ, പ്രഭു മ്യൂട്ടില. യാതൊരുവിധ കുണ്ഠിതങ്ങളും ഇല്ല. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഒരു കുണ്ഠവും ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ വൈക്ലഭ്യങ്ങളൊന്നും ഇല്ലാത്ത, യാതൊരുവിധ ടെൻഷനും ഇല്ലാത്ത സ്ഥലം. ടെൻഷൻ മ്യൂട്ടിലാണ് പ്രഭു, മ്യൂട്ടിലായി. അൺമ്യൂട്ട് ചെയ്തു പ്രഭു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, കേട്ടോടാ. മ്യൂട്ടിലാണെന്ന് തോന്നുന്നു പ്രഭു. ദയവായി മ്യൂട്ട് മാറ്റിയാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, പ്രഭു മ്യൂട്ടിലാണ് പ്രഭു, കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ, സോറി, കോൾ വന്നിരുന്നത്. അപ്പൊ അത് ഈവൻ ഒരു ഭക്തൻ, ഒരു പ്യുവർ ഡിവോട്ടി ഈ ഭൗതിക ലോകം വിട്ടു പോകുന്ന സമയത്ത് പോലും ഭഗവാൻ ഈ പറഞ്ഞിട്ടുള്ള 5 തരത്തിലുള്ള ഓഫറാണ് കൊടുക്കുന്നത്. ഏതാണ്? ഈ പറഞ്ഞ സാലോക്യ സാഷ്ടി സാമീപ്യ, ഈ രീതിയിലുള്ള സായുജ്യങ്ങൾ എന്നുള്ള മുക്തി ഭഗവാൻ കൊടുക്കും, ലിബറേഷൻ ഓഫർ ചെയ്യും. പക്ഷെ ഒരു പ്യുവർ ഡിവോട്ടി എന്താണ്? ഇതൊന്നും ബോധർ ചെയ്യേ ഇല്ല എന്നാണ് പറയുന്നത്.
അപ്പൊ അത് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ എവിടെ ഗോലോക വൃന്ദാവനം, ഈ വൈകുണ്ഠ ലോകത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിൽ പ്രവേശനമുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രം പ്യൂരിറ്റി ഉള്ളവർക്ക് അവിടേക്ക് ചെല്ലാനോ. അപ്പൊ ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് എന്താണ് ഗോലോക വൃന്ദാവനം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം. വേറെ ഭൗതികതയിലും വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പുരുഷാസ പരം പാർത്ത ഭക്ത്യാ ലഭ്യസ്ഥ അന്യത യശാനി സ്ഥാനി ഭൂതാനി ഏന സർവമിതം കഥം. എന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷാസ ആ പരമദിവ്യോത്തം പുരുഷനായിട്ടുള്ള ഭഗവാനെ, പൂർണ്ണ പുരുഷോത്തമനെ നമുക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഭക്തിയാ ലഭ്യസ്ഥ അന്യത. ഭക്തി പ്യുവർ ഡിവോഷൻ അല്ലാതെ വേറെ യാതൊരു വഴിയില്ല. ഭക്തിയാ ലഭ്യസ്ഥ അന്യത, വേറെ ഒരു വഴി കൂടി നമുക്ക് അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാനോ അതുപോലെ പരിശുദ്ധനായിട്ടുള്ള ഭഗവാനെ നമുക്ക് കാണാനോ സാധ്യമല്ല. എന്താണ് കാരണം? യശാനി സാനി ഭൂതാനി, ഈ ലോകത്തിലുള്ള സകല ഭൂതങ്ങളുടെ വസിക്കുന്ന ആ ഭഗവാനെ ഏന സർവമിതം, ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളിൽ വസിക്കുക, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ വാസസ്ഥലമുള്ള ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ഭക്തിയാ ലഭ്യസ്ഥാന്യത, ഈ പറഞ്ഞിട്ടുള്ള ആ പരിശുദ്ധ പ്രേമ മാധുര്യ ആ ഭക്തിയുള്ളവർക്കേ അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്യൂർ ഡിവോട്ടീസുമായിട്ടാണ് ഭഗവാൻ തന്റെ ലീലകളൊക്കെ വരുന്നത് തന്നെ. അപ്പൊ നമ്മള് പഞ്ചതത്വം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഓരോരുത്തരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇല്ലേ? അവരൊക്കെ ആരാണ്? അവരുടെ ആ ഡിവിനിറ്റി, അവരുടെ ആ പ്യൂരിറ്റി ഒക്കെ നമുക്കറിയാം. നാരദമുനി അങ്ങനെയൊക്കെയുള്ള പ്യുവർ ഡിവോട്ടീസുമായിട്ട് ഭഗവാൻ വന്ന ഇവിടെ പഞ്ചതത്വത്തിലുള്ളവരെ, രാധാറാണി, അതുപോലെ തന്നെ നാരദമുനി, ഭഗവാൻ കൃഷ്ണ, ബലറാം, അതുപോലെ തന്നെ ഭഗവാൻ ശിവന്, ഇവരൊക്കെ എല്ലായിട്ടും എന്തിനാണ് വരുന്നത്? അപ്പൊ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒക്കെ ആ സ്ഥലത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ പ്യൂരിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ലീലകളിൽ പിന്നെ എവിടെയാണ് നമുക്ക് മറ്റേ ഇമ്പ്യൂരിറ്റി ഉണ്ടാകുന്നത്? ഈ രീതിയിൽ നമ്മൾ ഇത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇത് ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തില് 29-ാമത്തെ അധ്യായത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് ഇത് കപിലമുനി സ്വന്തം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. കപിലമുനി അതായത് ദേവഭൂതി, അതായത് സ്വയംഭൂ മനുവിന്റെ പുത്രിക്ക് പറഞ്ഞു കൊടുക്കുന്നു. കാരണം അവര് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അതാണ് ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, പക്ഷെ ഭഗവാനെ പ്രാപിക്കാനുള്ള വളരെ ലളിതമായിട്ടുള്ള മാർഗം പറഞ്ഞു തരണം. നമുക്കറിയാം നാച്ചുറലി സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ബുദ്ധി കുറവാണെന്ന് അവര് തന്നെ പറയാം. അപ്പൊ എന്താണ് എന്നിട്ട് പറയുന്നത് എന്താണ്? ഞാൻ വലിയ ജ്ഞാനിയൊന്നും അല്ല, എനിക്ക് വലിയ ഫിലോസഫി അതൊന്നും അറിയില്ല, പക്ഷെ ഭഗവാനെ പ്രേമത്തോടി അല്ലെങ്കിൽ ശുദ്ധിയോടുകൂടി പൂജിക്കേണ്ട മാർഗം എനിക്ക് പറഞ്ഞു തരണം. സ്വന്തം അമ്മ മകനായ ഭഗവാനോട് പറയും. ഇത് കേട്ട ശേഷം കപിലമുനി അദ്ദേഹം അമ്മയ്ക്ക് വളരെ വിശദമായിട്ട്, അതാണ് സാഖ്യ ഫിലോസഫി. അത് നിങ്ങൾ 29-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അത് വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ വിശദമായിട്ടാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, എനിക്കിതൊന്നും വലിയ ബുദ്ധിയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ലളിതമാകുന്ന രീതിയിൽ പറഞ്ഞു തരണം. അപ്പൊ 29-ാമത്തെ അധ്യായത്തിലെ ഭക്തിയോഗത്തിന്റെ മഹത്വം, ഭക്തിയുടെ സേവനത്തിന്റെ മഹത്വത്തില് ആ ചാപ്റ്റർ മൊത്തം ഇതാണ്. അമ്മയുടെ ആ ചോദ്യത്തിന് ഉത്തരവാണ്. എന്നിട്ട് ശരിക്കുള്ള ഭക്തി എന്താണെന്നും അതിനകത്ത് പറയുന്നു. അതിലെ ഒരു ശ്ലോകം കൂടിയാണ് ഇത് ഈ പറയുന്നത്. അതിലെ ഒരു ശ്ലോകം, അതും കൂടെ അതിൻ്റെ ഒരു ഇതിലാണ് ഈ ശ്ലോകം ഇതിനകത്ത് പറഞ്ഞത്. അടുത്ത ശ്ലോകം അതാണ് പറയുന്നത്, എന്താണ് ശരിക്കുള്ള ഭക്തി എന്നുള്ളത്. അപ്പൊ ഇതില് ഈ ശ്ലോകത്തിലെ കപിലദേവൻ അമ്മയോട് പറഞ്ഞു, എന്താണ് ഭക്തി യോഗോ ബഹുവിധം. അപ്പൊ അമ്മയുടെ ചോദ്യം കേട്ട ശേഷം ഭഗവാൻ എന്താണ് അമ്മയോട് പറയാ, എന്താണ് ഭക്തി യോഗോ ബഹുവിധം. ഈ ഭക്തിയോഗം എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. മാർഗേ ഭാവിനി ഭവ്യതേ, അതിൽ പറയുന്നത് എന്താണ്? അതിൽ പറയുന്നത് ഒരാൾ ചെയ്യുന്ന, ഏത് വ്യക്തിയാണോ ഭക്തിയുത സേവനം ചെയ്യുന്ന അയാളുടെ എന്താണ് സ്വഭാവ ഗുണമാർഗേന ഭാവി ഭവ്യത.
അയാളുടെ സ്വഭാവത്തിന്റെയും ഗുണത്തിന്റെയും മാർഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലതരത്തിലുള്ള ഭക്തിയോഗോ ബഹുവിധോ. ഈ ഭക്തി പലതരത്തിൽ വരുന്നത് ചെയ്യുന്ന ആളിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലും മാർഗം എന്ന് പറഞ്ഞാൽ അയാൾ പിന്തുടരുന്ന രീതിയും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഭക്തിയോഗത്തിൽ മാറ്റങ്ങൾ വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ. എന്താണ്? അതായത് അവിസന്ധ്യാനാം പുംസ ഹിംസ മാത്സര്യമേവച. അതായത് ഏത് വ്യക്തിയാണോ എന്താണ് ഭഗവാൻ ഹിംസ മാത്സര്യമേവച, ഒരാളെ ഹിംസിക്കണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണ് ഏതൊരു വ്യക്തിയുടെ മനസ്സിലാണ് മറ്റൊരാളോട് കോപം അല്ലെങ്കിൽ ദ്രോഹം, വിദ്വേഷമുള്ള ആളായാലും ശരി, അസൂയുള്ള ആളായാലും ശരി, കോപമുള്ള ആളായാലും ശരി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാര് ഭഗവാനെ സേവിക്കുമ്പോൾ അതെന്താണ്? അത് തമോ ഗുണത്തിലുള്ള ഭക്തിയാണ്. ഏതൊരു വ്യക്തി അതാണ് സ്വഭാവ ഗുണമാർഗേന. അപ്പൊ ചെയ്യുന്ന ആളിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലും ഗുണത്തിന്റെ അടിസ്ഥാനത്തിലും അദ്ദേഹം അവലംബിക്കുന്ന മാർഗത്തിന്റെ അടിസ്ഥാനത്തിലും ഭക്തിയുടെ ലെവല് തലങ്ങൾ മാറും. അതാണ് ആദ്യം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഭക്തിയോഗോ ബഹുവിധം. ഭക്തിയോഗം പലതരത്തിലുണ്ട്. എങ്ങനെയാണ് ഈ പലതരത്തിൽ വരുന്നത്? അത് ചെയ്യുന്ന ആളിന്റെ സ്വഭാവത്തിന്റെയും ഗുണത്തിന്റെയും മാർഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്തിയോഗത്തിൽ മാറ്റങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള ഭക്തികൾ വരുന്നത്. പിന്നെ അടുത്ത പറയുന്നത് എന്താണ്? വിഷയാമഭി പുംസാന യശസ് ഐശ്വര്യമേവച്ച. ആരാണോ ഐശ്വര്യം ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഭഗവാനെ സേവിക്കുന്നത്, അല്ലെങ്കിൽ രജോ ഗുണത്തിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് ഭക്തി ചെയ്യുന്നത്, അതെല്ലാം എന്താണ്? ഈ പറഞ്ഞ രീതിയിൽ ഭൗതികാശ്രയ അഭിലാഷങ്ങൾ, ഐശ്വര്യത്തിനും വേണ്ടി യശസ് ഐശ്വര്യം, കൂടുതൽ ആയുസ് കിട്ടാൻ വേണ്ടി ഭൗതിക ഐശ്വര്യങ്ങൾ, അതിനൊക്കെ ആ രീതിയിലൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഡിവോഷണൽ സർവീസ് ചെയ്യുന്ന അതോ എന്താണ് പ്രഭാവം. ഇത് ഭഗവാന്റെ യഥാർത്ഥ ഡിവോഷൻ അല്ലിത്. അതിൽ നിന്ന് മാറിയിട്ട് എന്താണ് ഇത് രജോ ഭക്തിയായിട്ട് മാറും. ഇപ്പൊ തമോ ഭക്തിയെ പറ്റി പറഞ്ഞു, രജോ ഗുണത്തിലുള്ള ഭക്തിയെ പറ്റി പറഞ്ഞു. അടുത്ത എന്താണ്? കർമ്മരാഗ ഉദ്ദേശ്യ സ്വയംപര. അതായത് താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നുള്ള കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. ആ ഉദ്ദേശത്തോടെ ഭഗവാനെ സേവിക്കുന്നത് അത് ഏതാണ്? സത്വഗുണത്തിലുള്ള ഭക്തിയാണ്. കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷ നേടണം. കാരണം കർമ്മഫലങ്ങളുടെ ദുരാഹിത എന്ന് പറഞ്ഞാൽ വളരെ വെരി നമ്മളെ വിവിൾഡേഡ് ചെയ്യുന്നതാണ്. നമ്മളെ കർമ്മത്തിന്റെ ദുരാഹിത എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. അപ്പൊ കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടുകൂടി ഭഗവാനെ സേവിക്കുന്നത് അത് സാത്വിക ഭക്തിയാണ്. അപ്പൊ തമോ ഭക്തി, രജോ ഗുണഭക്തി, സാത്വിക ഭക്തി, ചെയ്ത 3 രീതിയിലുള്ള ഭക്തി. അതിനുശേഷം അടുത്ത ശ്ലോകത്തിൽ പറയാം എന്താണ്? മദ്ഗുണാസുതി മാത്രേണ മയി സർവഗുഹാസേ മനോഗതി അവിഛിന്ന യഥാ ഗംഗ അമ്പസോ അമ്പതോ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗംഗയുടെ ദിവ്യജലം വിഘ്നമില്ലാതെ സാഗരത്തിലേക്ക് പ്രവഹിക്കുന്നത് പോലെ ഭക്തന്മാർ എന്നെ കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ മനസ്സുകൾ സർവ്വഹൃദയങ്ങളിലും വസിക്കുന്ന എന്നിലേക്ക് വരുന്നു. പിന്നെ ഇത് 11ഉം 12ഉം ശ്ലോകമാണ്. 3-ാമത്തെ സ്കന്ധത്തിലെ 29ാമത്തെ അധ്യായത്തിലെ 11ഉം 12 ശ്ലോകങ്ങളിലാണ് ഇതിൽ പറയുന്നത്. എന്താണ്? ലക്ഷണം ഭക്തി യോഗസ്യ നിർഗുണസ്യ ഹി ഉദാഹൃതം അഹേതുഹി അവ്യഹിതേ ഭക്തി പുരുഷോത്തമം. എന്നിട്ട് ഭഗവാൻ കപിലദേവൻ അമ്മയോട് പറയാണ് എന്താണ്? മദ്ഗുണസ്തുതി മാത്രേന, ഭഗവാന്റെ ഗുണകഥകൾ ശ്രവിക്കുന്ന മാത്രയിലാണ് എന്താണ്? മയി സർവഗുഹാസയെ, ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ശരീരത്തിലാണ്.
ഹൃദയത്തിലാണ്. അതാണ് മൈ സർവഗുഹാസ്, സർവചരാചരങ്ങളുടെ ഹൃദയത്തിലാണ്. അത് 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തില് ഭഗവത്ഗീതയിൽ പറയുന്നത് സർവസ്യ ജാഹം ഹൃദി സന്നി. സോ ഭഗവാൻ അവിടെയാണ്. അതാണ് ഗുഹാസ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതാണ് ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ, അല്ലെ ഹൃദയത്തിലുള്ള ആ ഭക്തി ഉണരുന്നതെന്ന് പറയുന്നത് എപ്പോഴാണ്? മദ്ഗുണാസ്വതി മാത്രേന. സോ ഭഗവാന്റെ ഗുണകഥകൾ ശ്രവിക്കുന്ന മാത്രയിലാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാൻ ഉണരുന്നത്. ആ ഭക്തിയുടെ തുടക്കമാണ് പറയുന്നത്. എന്നിട്ട് എന്താ? മനോഗതി അവിഛിന്ന യഥാ ഗംഗ ഗംബസ ഗംഗ അമ്പതവും. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇത് നമ്മൾ തുടരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ ഗുണകഥകൾ നിരന്തരം ശ്രവിക്കുകയും നിരന്തരം ഭഗവാന്റെ നാമം ജപിക്കുകയും നിരന്തരം ഭഗവാനെ സേവിക്കുകയും ചെയ്യുമ്പോൾ എന്താണ്? അത് ഗംഗയിലെ ജലം എങ്ങനെയാണോ തനിയെ ഒഴുകി സമുദ്രത്തിലേക്ക് പതിക്കുന്നത്, അതാണ് ഇതിനകത്ത് ഗംഗ. ഇതിനകത്ത് പറഞ്ഞ എന്താണ്? ഗംഗ യഥാ ഗംഗ അംബസ എന്ന് പറഞ്ഞ ഗംഗയിലെ ജലം അത് തനിയെ അമ്പതോ സമുദ്രത്തിലേക്ക് പതിക്കുന്നത്. ഗംഗയിലെ ജലം തനിയെ ഒഴുകിപ്പോയാണ് സമുദ്രത്തിൽ പതിക്കുന്നത്. അപ്പൊ ഏതൊരു ഭക്തനാണ്, ഏതൊരു വ്യക്തിയാണ് ഭഗവാന്റെ ഗുണകഥകൾ ശ്രവിക്കുന്നത്, അതുപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നത്, ഭഗവാന്റെ നാമം ചൊല്ലുന്നത്, ഭഗവത് സേവനം ചെയ്യുന്നത്, ആ മാത്രയിലാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭക്തി ഉണരുന്നതും പ്യുവർ ഡിവോഷൻ ഉറങ്ങുന്നതിന്റെ കാര്യമാണ് ഇതിനകത്ത് ഈ 2 ശ്ലോകത്തിൽ ഇതിനകത്ത് പറയുന്നത്. ഇതാണ് ലക്ഷണം ഭക്തി യോഗസ്യ. ഇതാണ് ശരിക്കുള്ള ഭക്തി എന്ന് പറയുന്നത്. ശരിക്കുള്ള ഭക്തി ഉണരുന്നത് ഭഗവാന്റെ ഗുണകഥകൾ കേൾക്കുമ്പോഴാണ്. അപ്പൊ അതാണ് ചൈതന്യ ചരിതാമൃതത്തിൽ അതാണ് പറഞ്ഞത്. രാധാറാണി എന്ന് പറയുന്നത് ഭഗവാന്റെ എന്താണ്? നമ്മള് എനർജിയും ഈ രാധാറാണി എനർജിയാണ്, ഭഗവാൻ എനർജറ്റിക്കാണ്, അല്ലേ? ശക്തനും ശക്തിയുമാണ്. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും നമ്മൾ ഭൗതിക ലോകത്തിലായാലും ശരിക്കുള്ള പ്യുവർ ഡിവോഷൻ നമ്മൾ ചെയ്യുമ്പോൾ അത് രാധാറാണിയിൽ കൂടിയാണ് ഭഗവാനിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകും രാധാറാണിന്റെ പ്യൂരിറ്റി എത്ര മാത്രമുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ്. ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിച്ച് നമ്മൾ അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ചൈതന്യ ചരിതാമൃതത്തിലെ ഈ കഥ നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കൂ. അപ്പൊ നമുക്ക് ശരിക്കും അത് എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതിന്റെ ഉദാഹരണം ഇത് ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകം, ഈ 2 ശ്ലോകം എന്ന് പറയുന്നത്. ഈ ഇതില് എന്താണ്? മദ്ഗുണാസ്തുതി മാത്രേന മൈ സർവഗുഹാസ്തി മനോഗതി അവിഛിന്ന യഥാ ഗംഗായ ഗംഗാ അംബസ അമ്പതൗ ലക്ഷണം ഭക്തി യോഗസ്യ നിർഗുണസ്യ ഹി ഉദാഹൃതം അഹേതുഹി അവ്യഹിതയേ ഭക്തി പുരുഷ. ഇതാണ് ശരിക്കുള്ള പ്യുവർ ഡിവോഷൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ ഗുണകഥകൾ ശ്രവിക്കുന്ന വഴി. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം കൈക്കൊള്ളുന്നതും അദ്ദേഹത്തിന് ഈ ഭഗവാന്റെ ആ ഗുണകഥകൾ ചെയ്യുന്ന ലീലകളൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മൾ ശ്രവിക്കാനും അതിൽ വഴി നമ്മൾ ആ പ്യുവർ ഡിവോഷൻ നമ്മുടെ ഉള്ളിൽ എന്താണ് ഉൽപ്പത്തി ഉണ്ടാകാൻ വേണ്ടിയാണ്. പ്യുവർ ഡിവോഷന്റെ ഉൽപ്പത്തി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അന്നേരം നമുക്കിതൊക്കെ ശരിക്കും ആസിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കും, പ്യുവർ ഡിവോഷൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, അതുകൊണ്ട് നീ പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഏതാണ് തമോ ഗുണത്തിലുള്ള ഭക്തി, ഏതാണ് രജോ ഗുണത്തിലുള്ള ഭക്തി, ഏതാണ് സത്വ ഗുണത്തിലുള്ള ഭക്തി, എന്നിട്ട് പറഞ്ഞ ഏതാണ് ശരിക്കുമുള്ള ഭക്തി ഏതാണ്. അതിന്റെ ഉദാഹരണം ഈ 2 ശ്ലോകം 11, 12 3.29.11.12 ഈ 2 ശ്ലോകത്തിലാണ് ഭഗവാൻ ശരിക്കുള്ള ഭക്തി എന്താണെന്ന് സ്വന്തം അമ്മയ്ക്ക് പറഞ്ഞത്. അതാണ് സാങ്ക്യ ഫിലോസഫി. അത് ഓരോ കാര്യം അനലൈസ് ചെയ്ത് പറയാം. പ്രഭുപാദ എന്റെ പർപ്പോട്ടി പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ഈ ഭക്തി തന്നെ എന്താണ് 81 രീതിയിലുള്ള ഭക്തി ഉണ്ടെന്നാണ് പ്രഭുപാദ എന്റെ പർപ്പോട്ടി പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് ത്രിഗുണങ്ങൾ അതെത്താണ് 3 ഗുണങ്ങളാണ്, അല്ലേ? ചെയ്യുന്ന ആളിന്റെ സ്വഭാവം, ഗുണം, മാർഗം അതെത്ര? അത് 3ആണ്. അപ്പൊ നോക്ക്, നമ്മള് ശ്രവണം തന്നെ എത്രയാണ്? 3 ത്രിഗുണത്തിലുള്ള ശ്രവണമാണ്. സത്വഗുണത്തിലുള്ള ശ്രവണം, രജോ ഗുണത്തിലുള്ള ശ്രവണം, അതുപോലെ തന്നെ തമോ ഗുണത്തിലുള്ള ശ്രവണം.
അപ്പൊ അതുപോലെ തന്നെ പൂജ ചെയ്യുന്ന ആളിന്റെ ചെയ്ത പുംസ എന്താണ് ആ ചെയ്യുന്ന ആളിന്റെ സ്വഭാവ ഗുണ മാർഗം, അതുപോലെ ഈ ആളിന്റെ സ്വഭാവം, അയാളുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ അയാൾ പിന്തുടരുന്ന മാർഗം, ആ വേ അയാള് ഡിവോഷൻ ചെയ്യുന്നത്. അപ്പൊ നോക്ക്, അപ്പം 3 × 3 എത്രയായി? 9. ഇപ്പൊ ഒരു ശ്രവണത്തിൽ തന്നെ 9 രീതിയിലുള്ള ഇതായി. പിന്നെ അങ്ങനെ ഓരോന്നിലും, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ലളിതമായിട്ട് മനസ്സിലാകണം, 9 രീതിയിലുള്ള ഭക്തിയുണ്ട്. 9 ways of devotional service. ഇപ്പൊ എത്രയായി? ആ 9 ways of devotional service into 3 ത്രിഗുണങ്ങളായി ഇല്ലേ? ഇപ്പൊ എത്രയായി? 27, 3, 9, 27 രീതിയിലുള്ള ത്രിഗുണത്തിലുള്ള ഭക്തിയായി ഇല്ലേ? പിന്നെ അതിന് ഒരാളുടെ സ്വഭാവ ഗുണമാർഗം 27 × 3 പ്രഭാത പറയുന്നത് 81 രീതിയിലുള്ള ഭക്തി ഉണ്ടെന്ന് പറഞ്ഞതാണ്. ചെയ്യുന്ന ആളുടെ സ്വഭാവവും മാർഗവും അദ്ദേഹം പിന്തുടരുന്ന രീതികൾ ഇല്ലേ? അപ്പൊ 81 രീതിയിലുള്ള ഭക്തി ഉണ്ടെന്നാണ് പ്രഭാത പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്തി ഏതാണ്? അത് ഭഗവാന്റെ കഥകൾ ശ്രവിച്ച്, ഭഗവാന്റെ നാമം ജപിച്ച്, കഥകൾ ശ്രവിച്ച്, ഭഗവത് സേവനം ചെയ്ത് ആ പ്യൂരിറ്റി ഗോപികമാർക്ക് മാധുര്യ പ്രേമഭക്തിയിലേക്ക് വരുന്നത്. അതാണ് നിർഗുണസ്യ ലക്ഷണം ഭക്തി യോഗസ്യ. ഇതാണ് ശരിക്കുള്ള ഭക്തിയോഗത്തിന്റെ ലക്ഷണം. അമ്മയോട് പറയാ കുലീന വനിത ഏതാണ്? ഭാവ്യ കാമിനി എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബിൾ ലേഡി അമ്മയോട് പറയാണ്, അമ്മയെ ഇത് മനസ്സിലാക്കുക, എന്താണ് ഇതാണ് ശരിക്കുള്ള ഭക്തി. എന്റെ ഗുണകഥകൾ ശ്രവിച്ച് 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 എന്നിലേക്ക് ആകർഷിക്കുന്ന ആ ഭക്തി, അതുണ്ടല്ലോ, അതാണ് ശരിക്കുള്ള ഭക്തി. അതാണ് ഗോപികമാരുടെ ഭക്തി. ആ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി. നമ്മൾ ആ ഭാവത്തിൽ നിന്ന് പ്രേമത്തിലേക്ക് വരുന്നത്, അതാണ് ശരിക്കുള്ള ഭക്തി എന്നാണ് ഇവിടെ അമ്മയ്ക്ക് പറഞ്ഞു തുടങ്ങി. ഈ 2 ശ്ലോകങ്ങളും ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അപ്പൊ ശരിക്കും പ്യുവർ ഡിവോഷൻ എന്താണെന്ന് മനസ്സിലായെങ്കിലേ നമ്മൾ ഇത് കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശരിക്കും മനസ്സിലാകാൻ സാധിക്കും. അതുകൊണ്ടാണ് ആദ്യത്തിലൊക്കെ ഇത് പറയുന്നത്. ഇതിന്റെ യാതൊരുവിധ കാമങ്ങളുമില്ല, അല്ലെങ്കിൽ കാമാസക്തി ഇല്ല, അല്ലെങ്കിൽ യാതൊരു നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണെന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം എന്താണ്? ആ പ്യൂരിറ്റി ഉള്ളവർക്കേ ഇത് മനസ്സിലാകാൻ സാധിക്കരുത്. അപ്പൊ അതാണ് പറയുന്നത്. ഈ 2 ശ്ലോകത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതാണ് നിർഗുണസ്യാഹി ഉദാഹരണം. ഭഗവാൻ നിർഗുണനാണ്. നിർഗുണൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ലാത്ത അതല്ല. അതായത് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതൻ. അതുകൊണ്ടാണ് നിർഗുണൻ എന്ന് പറയുന്നത്. ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം 3 modes of material nature. അതാണ് ഭഗവാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിർഗുണസ്യ ഹി ഉദാഹൃതം അഹേതി അവ്യഹിത. അങ്ങനെയുള്ള പരമദിവ്യോത്തമ പുരുഷന്റെ കഥകൾ ശ്രവിക്കുന്നത് വഴിയും, അദ്ദേഹത്തിന്റെ നാമം ജപിക്കുന്നത് വഴി, അദ്ദേഹത്തെ സേവിക്കുന്ന വഴിയാണ് നമുക്ക് പ്യൂരിറ്റി ഉണ്ടാകുന്നത്. അതാണ് ശബ്ദം വിശുദ്ധം വസുദൈവ ശബ്ദിതം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും വിശുദ്ധമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കൃഷ്ണാഭോഗത്തിലേക്ക് വരുന്നതോടെല്ലാം ഭഗവാന്റെ നാമം ചൊല്ല്, അതുപോലെ തന്നെ ഭഗവത്ഗീത ക്ലാസ് കേൾക്ക്, ഭാഗവതം ക്ലാസ് കേൾക്ക്. എന്തിനാണ് ഇത് രണ്ടും? ഈ പറഞ്ഞിട്ടുള്ളതാണ് സ്തുതി. ഭഗവാന്റെ ഗുണസ്തുതി മാത്രേന. ഭഗവാന്റെ ഗുണങ്ങളാണ് ഇതിലെല്ലാം. നാമം ചെല്ലുമ്പോൾ നമ്മൾ ശുദ്ധരാകുന്നു. ശബ്ദം വിശുദ്ധം വസുദൈവ ശബ്ദിതം. ഭഗവാന്റെ ശബ്ദം പോലും, പേര് പോലും ഇത്ര വിശുദ്ധമാണ്, പരിശുദ്ധമാണ്. അപ്പൊ അത് ചെല്ലുമ്പോൾ നമ്മളും പരിശുദ്ധരാകുന്നു. അതുകൊണ്ടാണ് കൃഷ്ണാഭോഗത്തിൽ ഇത്രയും ഡിവോട്ടീസ് ആകർഷിക്കുന്ന അവരെല്ലാം ത്യജിച്ച് ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നതിന്റെ കാരണം എന്താണ്? പ്യൂരിറ്റി. കാരണം ഭഗവാന്റെ എന്താണ്? നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസ വിഗ്രഹം. കാരണം ഭഗവാൻ നാമചിന്താമണി, ഭഗവാന്റെ നാമം പോലും ചിന്താമണി പോലെയാണ്, സെൽഫ് പൊട്ടന്റ് ആണ്. അതാണ് ആ ഭഗവാന്റെ നാമം ചൊല്ലി ശ്രവിക്കുമ്പോൾ തന്നെ നമ്മളും എന്താണ്, നമുക്ക് ആ സ്പിരിച്വൽ പൊട്ടൻസി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് ഭക്തന്മാർ വളരെ പെട്ടെന്ന് ചേഞ്ച് ആകും. അവരുടെ മനസ്സിലെ എല്ലാ കളങ്കങ്ങളും മാറിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ
മറ്റുള്ള ദൂഷ്യങ്ങളൊക്കെ മാറിയിട്ട് അവർ വളരെ പ്യുവർ ആകുന്നതിന്റെ കാരണം എന്താണ്? നാമചിന്താമണി രൂപം. ഈ നാമരൂപം എന്ന് പറഞ്ഞാൽ സെൽഫ് പൊട്ടന്റ് ആണ്. ചിന്താമണിയുടെ കൂട്ടാണ്, സ്വയം ശക്തിശാലിയാണ്, ചൈതന്യ രസവിഗ്രഹം. അത് ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അത് ഫുൾ റിസർവ് ആണ്. എന്താണ് പറയുന്നത്? ഭഗവാന്റെ അത് നിറയെ ഭഗവാന്റെ. അതാണ് നാമം ചൊല്ലുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആ സന്തോഷം നടക്കാനാണ്. നാമം ചൊല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി പോലും നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്, ആ പ്യൂരിറ്റി കൊണ്ടാണ്. അപ്പൊ അതാണ് ഭഗവാന്റെ നാമം ചൊല്ലിയാൽ തന്നെ. നാമചിന്താമണി രൂപം ചൈതന്യ രസ വിഗ്രഹ. അതിൽ നിറയെ ചൈതന്യം, എനർജിയാണ്, ഭഗവാന്റെ ശക്തിയാണ് അതിൽ നിറയെ. അപ്പൊ അത് ചൊല്ലുമ്പോഴും ആ കീർത്തനമൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ തുള്ളിച്ചാടുന്ന എന്താണ്? ആനന്ദ നൃത്തം ചെയ്യുന്ന എന്താണ്? അത്രമാത്രം രസമാണ് അതിലുള്ളത്. പൂർണ്ണശുദ്ധോ നിത്യമുക്തോ. അത് ചൊല്ലുമ്പോൾ തന്നെ എന്താണ്? നമ്മൾ പൂർണ്ണശുദ്ധമാകുന്നു, നിത്യമുക്തോ. അതാര് ചൊല്ലുന്നു നിരന്തരം, ആര് നാമം ചൊല്ലുന്നു, ആര് നിരന്തരം ഭഗവാന്റെ ഗുണകഥകൾ, ഇതെല്ലാം പൂർണ്ണശുദ്ധോ നിത്യമുക്തോ. അത് നമ്മളെ പൂർണ്ണമായിട്ടും നമ്മളെ ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ഇതാണ് അവിഛിന്നം എന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂസ്ലി ഹിയർ അബൌട്ട് ദി ലോർഡ്, കണ്ടിന്യൂസ്ലി ചാൻഡ് ദ നെയിം ഓഫ് ദി ലോർഡ്, കണ്ടിന്യൂസ്ലി യു സെർവ് ദ ലോർഡ് ഓർ സെർവ് ദ ഡിവോട്ടി. അപ്പൊ എന്താണ്? നമ്മളെ നിരന്തരം കോൺസ്റ്റന്റ്ലി പ്യൂരിഫൈ. അപ്പൊ അതാണ് ചൈതന്യ രസ വിഗ്രഹം, ദ റിസയർ ഓഫ് ഓൾ രസ, ചൈതന്യ രസ വിഗ്രഹം. അതാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഉന്മേഷവും എന്താണ് ഉത്സാഹവും ഒക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ്. അത് പൂർണ്ണശുദ്ധോ നിത്യമുക്തോ. അതുപോലെ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്യുവർ ആൻഡ് കംപ്ലീറ്റ്ലി ലിബറേറ്റ്. അപ്പൊ ആര് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു, സോ അവരെ നോ ബഡി ക്യാൻ സ്റ്റോപ്പ്. അഹൈതുഹി അപ്രഹേദ്യ. അവരെ ഒരു ശക്തിക്കും, ഭൗതിക ശക്തിക്കും അവരെ എന്താണ് തടസ്സം ചെയ്യാൻ സാധ്യമല്ല ഈ ഭക്തി പുരുഷോത്തം. ഇപ്പൊ പ്യുവർ ഡിവോഷനിലേക്ക് വരുന്നവരെ ഒരു ഭൗതിക ലോകത്തിൽ ഒരു ശക്തിക്കും തടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഡിവോഷനെ എന്താണ് അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതാണ് അമ്മയ്ക്ക് കപിലമുനി പറഞ്ഞത്. അപ്പൊ അതാണ് ഡിവോഷന്റെ പ്യൂരിറ്റി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇതെല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ശ്ലോകമാണ്. അമ്മയുടെ എന്താണ് നിസ്വാർത്ഥമായ ഒരു ചോദ്യമാണ്. എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, ജ്ഞാനമൊന്നുമില്ല, പക്ഷെ എനിക്ക് ശരിക്കുള്ള ഭക്തിയെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അമ്മയുടെ ആ എന്താണ് നിസ്വാർത്ഥമായിട്ടുള്ള, നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യത്തിനാണ് ഭഗവാൻ ഇതെല്ലാം വളരെ അനലൈസ് ചെയ്ത് പറയുന്നത്. അതാണ് അനലിറ്റിക്കൽ സ്റ്റഡി ഓഫ് ഡിവോഷണൽ സർവീസ്. ആ ചാപ്റ്റർ തന്നെ അതാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതെല്ലാം അനലൈസ് ചെയ്ത് പറയുന്നത്? ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരു സ്ത്രീക്ക് ഇപ്പൊ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? അതാണ് പറഞ്ഞ എന്താണ് തമോ ഗുണത്തിലുള്ള ഭക്തി, രജോ ഗുണത്തിലുള്ള ഭക്തി, സത്വഗുണത്തിലുള്ള ഭക്തി അതിന് ശേഷമാണ് ശരിക്കുള്ള ഭക്തി എന്താണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശരിക്കുള്ള ഭക്തിയാണ് ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ അദ്ദേഹത്തിന്റെ അന്തരംഗ ശക്തികൾ, രാധാറാണി, അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ പ്യുവറാണ്. അതെല്ലാം വളരെ പ്യുവറാണ്. അതാണ് ഈ രണ്ട് ശ്ലോകത്തിൽ പറയുന്നത്. 27 സാലോക്യ സാക്ഷി സാരൂപ്യ സാമീപ്യ ഏകത്വം അഭി ഉദ ദീയമാനാംന ഗൃണന്തി വിനാമസേവന ജനഹ. അപ്പൊ അതിന്റെ വിവർത്തനത്തിൽ എന്റെ ഭക്തന്മാർ സാലോക്യം, സാക്ഷി, സ്വരൂപ്യം, സാമീപ്യം അഥവാ ഏകത്വം എന്നീ മോക്ഷങ്ങൾ ഞാൻ വാഗ്ദാനം ചെയ്താൽ പോലും എന്നെ സേവിക്കുന്ന മുൻഗണന നൽകുന്നതിനാൽ അവർ സ്വീകരിക്കുകയില്ല. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ശരിക്കും ഭഗവാൻ തന്നെ അമ്മയ്ക്ക് പറഞ്ഞു. ഇതും നമ്മൾ 3.29 അതിലെ ശ്ലോകത്തിലുള്ളതാണ്. പ്യുവർ ഡിവോഷണൽ സർവീസിലെ കപിലദേവ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്നെ സേവിക്കുന്ന, പരിശുദ്ധിയോടുകൂടി ഭഗവാനെ സേവിക്കുന്ന ഒരു ഭക്തനും ഈ പറഞ്ഞിട്ടുള്ള 5 തരത്തിലുള്ള മുക്തികളൊന്നും ആഗ്രഹിക്കത്തില്ല. കാരണം അങ്ങനെയുള്ളവരാണ് ഭഗവാന്റെ ഗോലോ വൃന്ദാവനത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഭഗവാൻ ഇടയ്ക്കിടെ വരികയും ഇവിടെ ഭൗതിക ലോകത്തിൽ വന്ന് അവരുടെ എന്താണ് ഭഗവാന്റെ
എറ്റേണൽ അസോസിയേറ്റ്സ് ആയിട്ട് വരുന്നവരൊക്കെ. അങ്ങനെയുള്ള ഡിവോട്ടീസിനെയാണ് ഭഗവാൻ ഇവിടെ ഇടയ്ക്കിടെ കൂട്ടിക്കൊണ്ട് വരാറുള്ളത്. അതാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഒരു ഭക്തരൂപത്തിൽ അവതരിച്ചു. അതാണ് അദ്ദേഹം ഭഗവാനാണ്. പക്ഷെ എന്താണ് നാരദ പുരാണത്തിൽ പറയുന്നത് എന്താണ്? അഹം ഏവ ധൃതശ്രേഷ്ഠ എന്താണ് പറഞ്ഞത്? നിത്യം പ്രച്ഛന്ന വിഷയം. അപ്പൊ നോക്കി നിങ്ങൾ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം നോക്കിയത് എങ്ങനെയാണ്? വേഷപ്രച്ഛന്നായിട്ടാണ് അവതരിച്ചത്. അദ്ദേഹം ഭഗവാനായിട്ട് ശ്രീകൃഷ്ണനായിട്ടാണോ അവതരിച്ചത്? അല്ല, ഒരു ഭക്തന്റെ രൂപത്തിലാണ്. ഭഗവത് ഭക്ത രൂപേണ ലോകം രക്ഷാമി സംഭവം. നാരദനോട് പറഞ്ഞ എന്താണ്? നാരദ, ഞാൻ കലിയുഗത്തിൽ എന്താണ് വേഷപ്രച്ഛന്നനായിട്ട് ഒരു ഭക്തന്റെ രൂപത്തിലാണ് അവതരിക്കുന്നതാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ഈ കാണുന്നത് ചൈതന്യ മഹാപ്രഭു. ഇത് ഭഗവാൻ പറഞ്ഞ കാര്യം. ഭഗവാൻ ഏത് രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും അവതരിക്കാം. കാരണം ഭഗവാൻ പൂർണ്ണ പുരുഷോത്തമൻ. അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അതാണ് ഈശ്വര ബ്രഹ്മദേവൻ പറഞ്ഞിട്ട് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണക്കാരൻ. അദ്ദേഹം അങ്ങനെയുള്ള സച്ചിദാനന്ദ വിഗ്രഹമായിട്ടുള്ള ഭഗവാനാണ്. അതാണ് ചൈതന്യ രസ വിഗ്രഹ എന്ന് പറയുന്നത്. ഒരു ഭക്തന്റെ രൂപത്തിൽ അദ്ദേഹം കീർത്തനം ചെയ്തപ്പോൾ എന്താണ്? ലോകം മൊത്തം അത് സ്വീകരിച്ചു. നമ്മളിപ്പോ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ 105 ഭാഷകൾ 100 ഭാഷകളിലേക്ക് തന്നെ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കും. ഭഗവാന്റെ ലീലകൾ ഈ പറഞ്ഞിട്ടുള്ള ചൈതന്യ ചരിതാമൃതമായാലും ശരി, ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും ഇതെല്ലാം 100 ഭാഷകളിലേക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇത് എത്തിക്കഴിഞ്ഞു എന്നാണ്. ഈവൻ ഈയിടെ കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസിൽ വന്നിരിക്കുന്ന അറബിയിലേക്ക് പോലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഭക്തി വാസുദേവ സ്വാമി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ എത്രയോ പേർക്കാണ് അറബിക്ക് ഈ ഭഗവത്ഗീതയൊക്കെ കൊടുക്കുന്നതെന്ന് പറയുന്നത്. എത്രയോ മുസ്ലിങ്ങളാണ് ഇത് വായിച്ച് ഇത് ആസ്വദിക്കുന്നത്, നാമം ചൊല്ലുന്നത് എല്ലൊക്കെ. അതാണ് ഭക്തിക്ക് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ജാതി അങ്ങനെയുള്ളത് നോ കവറിങ്. ഭക്തിക്ക് അങ്ങനെയുള്ള യാതൊന്നും. അതെന്താണ് ആ ഭക്തി എന്ന് പറയുന്നത്? അതിന് യാതൊരുവിധ എന്താണ് നമ്മൾ ഈ പറഞ്ഞ ജാതി അങ്ങനെയുള്ള ഒരു ഗ്രഡേഷനും അതിനില്ല. അത് പ്യൂറാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ പ്യൂറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ 18-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഭക്താനാം അവിജാനാതി യാവാൻ ചസ്താസ്മി തത്വതഃ തതോ തത്വതോ ജ്ഞാത വിശദേ തദനന്തരം. അപ്പൊ അതുകൊണ്ടാണ് ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ആ ഭക്തിയിൽ പരിപൂർണ നേടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാനാണ്. അതിലെന്താണ് പറഞ്ഞ വാക്ക് ശ്ലോകം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. വിശദേ തദനന്തരം ഭക്താനാം അഭിജാനാതി യാവാൻ ചസ്താസ്മി തത്വതഃ തത്തതോ ജ്ഞാത വിശദേ തദനന്തരം. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ ഭക്തിയിൽ പരിപൂർണത നേടുമ്പോൾ മാത്രമാണ്. അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ 5 മുക്തിയിൽ പോലും താല്പര്യമില്ലാതെ ഭഗവാനെ സേവിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രം ഉള്ളപ്പോഴാണ് വിശദേ തദനന്തരം നിങ്ങൾക്ക് ആ ഗോലോക വൃന്ദാവനത്തിലേക്കുള്ള എൻട്രി, ആ പാസ് നമുക്ക് അന്നേരമാണ് ആ ഗേറ്റ് തുറക്കുന്നത്. ഏത് നമ്മൾ അത്രയ്ക്ക് പ്യൂർ ആകുമ്പോഴാണ്. ഭക്തിയിൽ പരിപൂർണത നേടുക എന്ന് പറഞ്ഞാൽ അതാണ്. ഈവൻ നമ്മുടെ ഭൗതിക ലോകത്തിൽ യാതൊരു മുക്തിയിൽ പോലും അറ്റാച്ച്മെന്റ് ഇല്ലാതെയുള്ള ഡിവോഷൻ സർവീസിലേക്ക് വരുമ്പോഴാണ് വിൽ ഗെറ്റ് ഫ്രീ എൻട്രി ഗോലോക വൃന്ദാവനം. അന്നേരമാണ് നമുക്ക് ശരിക്കുള്ള ഗോലോക വൃന്ദാവനത്തിലേക്കുള്ള പ്രവേശനം കിട്ടുന്നത്. അതാണ് ഈ ശ്ലോകത്തിലെ 2007 എന്നുള്ള ശ്ലോകത്തിൽ സോറി 5 മണി വരെയാ പറഞ്ഞത്. 5 തൊട്ട് 6 മണി വരെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആർക്കെങ്കിലും ഭക്തജനങ്ങൾക്ക് ഹരിബോൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരിബോൾ.
സംശയമൊന്നും ഇല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, ഓക്കെ. താങ്ക് യു പ്രഭു. ഹരേ നന്ദി കൃഷ്ണ. പ്രഭുജി, വളരെ നന്ദി, വളരെ നന്ദി പ്രഭുജി. ഹരിബോൾ. ഹരിബോൾ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു.